നിമിഷപ്രിയയുടെ മോചനത്തിനായി കാത്തിരിക്കുകയാണ് കുടുംബം. പോസിറ്റീവായ ചില സൂചനകൾ യമനിൽ നിന്ന് ലഭിക്കുന്നതായാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസമാണ് നിമിഷപ്രിയയുടെ മോചനത്തിന് ഇടപെടാൻ തയ്യാറെന്ന് ഇറാൻ അറിയിച്ചത്. ഇറാൻ വിദേശകാര്യ സഹമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിനിടെയാണ് നിലപാട് വ്യക്തമാക്കിയത്. പ്രതീക്ഷകൾ അവസാനിച്ചിട്ടില്ലെന്ന് മോചനത്തിനായി പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന സാമൂഹ്യ പ്രവർത്തകനും അറിയിച്ചു. യമൻ പൌരന്റെ കുടുംബത്തിന്റെ വിശ്വാസം വീണ്ടെടുക്കാൻ ശ്രമങ്ങൾ തുടരുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതേസമയം മധ്യസ്ഥ ചർച്ചകൾ ഇനിയും തുടങ്ങിയിട്ടില്ല. ദയാധനം അടക്കമുള്ള കാര്യങ്ങളിൽ തലാലിന്റെ കുടുംബം തയ്യാറായിട്ടുമില്ല. ഒത്തുതീർപ്പിലേക്ക് എത്താൻ തയ്യാറാവാത്തതാണ് വധശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. യമൻ ഭരണകൂടമായ ചർച്ചകൾക്ക് ഇറാനും ശ്രമിക്കുന്നുണ്ട്. പ്രസിഡന്റ് ശിക്ഷ ശരിവെച്ചാലും തലാലിന്റെ കുടുംബം ദയാധനം സ്വീകരിച്ച് മാപ്പ് നൽകാനുള്ള അവകാശമുണ്ടെന്ന് സർക്കാരും വ്യക്തമാക്കുന്നു. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി ഇപ്പോഴും യമനിൽ തുടരുകയാണ്. 2017 നിമിഷപ്രിയ യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലാവുന്നത്. 2009 പാലക്കാട് സ്വദേശിയായ നിമിഷപ്രിയ യമനിൽ നഴ്സായി ജോലി ആരംഭിച്ചത്. 2017 ജൂലൈ 25 കേസിന് ആസ്പദമായ കൊലപാതകം നടക്കുന്നത്. നഴ്സായ നിമിഷ കെറ്റാമൈൻ മയക്കുമരുന്ന് കുത്തിവെച്ചു. അബോധാവസ്ഥയിലായ തലാലിനെ കൊലപ്പെടുത്തുകയായിരുന്നു. മൃതദേഹം കുടിവെള്ള ടാങ്കിലാണ് ഒളിപ്പിച്ചത്. പിന്നീട് ദുർഗന്ധം വമിച്ചതോടെ പോലീസിനെ വിവരമറിയിച്ചു. ഇതോടെ സംഭവം പുറത്തായി. സുഹൃത്ത് ഹനാനെയും ചേർന്നാണ് കൊലപാതകം നടത്തിയത്. ക്ലിനിക്കിന്റെ ലൈസൻസിനായാണ് തലാലിന്റെ സഹായം തേടിയത്. സാമ്പത്തിക നേട്ടമുണ്ടാക്കിയ ക്ലിനിക്കിന്റെ വരുമാനത്തിന്റെ പകുതി വേണമെന്ന് തലാൽ ആവശ്യപ്പെടുകയായിരുന്നു. ഇതോടെയാണ് ഇരുവർക്കുമിടയിലെ ബന്ധം വഷളായി തുടങ്ങിയത്. ക്രൂരപീഡനങ്ങൾക്കും നിമിഷ വിധേയാവേണ്ടി വന്നു. മറ്റു വഴികളില്ലാതെ തലാലിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് നിമിഷപ്രിയയുടെ വാദം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.